everyone, hope you all are doing well. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ പോയട്രിയിലെ യൂണിറ്റ് 17 വില്യം കാരൽസ് വില്യംസിൻ്റെ എ ഗുഡ് നൈറ്റ് എന്നുള്ള ഒരു പോയമാണ്. പോയറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പോയറ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് നോക്കാം. 1883 വില്യം കാരൽസ് ജനിക്കുന്നത്. ഇദ്ദേഹം ഒരു അമേരിക്കൻ കവിയും അതുപോലെ തന്നെ ഡോക്ടറും കഥാകാരനും കൂടിയാണ്. ഇദ്ദേഹം കൂടുതലായിട്ടും എഴുതിയിട്ടുള്ളത് നമ്മുടെ ദൈനംദിനമായിട്ടുള്ള ജീവിതത്തിൽ ദിവസേന നടക്കുന്ന ജീവിതങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പോയംസൊക്കെ അധികവും അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ പോയറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിലാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത് നോ ഐഡിയ ബട്ട് ഇൻ തിങ്സ് എന്നുള്ള ഒരു ആശയമാണ്. അതായത് യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് മനോഹരമാക്കിയിട്ട് ചിത്രീകരിക്കുക എന്നുള്ള ഒരു നയത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സൊക്കെ എഴുതുന്നത്. നോ ഐഡിയാസ് ബട്ട് ഇൻ തിങ്സ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലൊക്കെ ഇമേജിസം എന്നുള്ള ആ ഒരു ടേമാണ് പിന്തുടർന്നിട്ടുണ്ടായിരുന്നത്. ഇമേജിസം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സോ ആ ഒരു ശൈലിയാണ് അദ്ദേഹം പിന്തുടർന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു പോയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ എ ഗുഡ് നൈറ്റ് എന്നുള്ള ഈ ഒരു കവിത വളരെയധികം ഷോർട്ടായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെയധികം സിമ്പിളായിട്ടുള്ളതും ഒരു കവിതയാണ്. ഈ ഒരു പോയത്തിൽ ഒരു അമ്മയുടെ മരണത്തെക്കുറിച്ചിട്ടാണ് പോയറ്റ് പറയുന്നത്. സോ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പൊതുവായി ഒരു സങ്കടം ഒക്കെയാണ് അധികവും നമുക്ക് പോയംസിലൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മരണത്തെക്കുറിച്ച് പോയിട്ട് പറയുന്ന സമയത്ത് ഒരു ദുഃഖം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഒരു സൗമ്യമായിട്ട് ഒരു സമാധാനത്തോടു കൂടിയുള്ള ഒരു വിടവാങ്ങൽ പോലെയാണ് നമുക്ക് ഈ ഒരു മരണത്തെ നമുക്ക് ഈ ഒരു പോയത്തിലൂടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പോയത്തിൽ ആ ഒരു അമ്മയുടെ സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതവും അതുപോലെ തന്നെ മരണത്തിൻ്റെ ഒരു ശാന്തമായിട്ടുള്ള ഒരു രീതിയൊക്കെയാണ് ഈ ഒരു പോയറ്റ് ഈ ഒരു കവിതയിലൂടെ വരച്ച് കാട്ടുന്നത്. സോ ഇനി നമുക്ക് പോയത്തിൻ്റെ ചെറിയൊരു ഷോർട്ട് സമ്മറി നോക്കാം. ഈ ഒരു പോയറ്റ് അമ്മയുടെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അമ്മ മരിച്ചിട്ടുണ്ട്. സോ എന്നാൽ ആ ഒരു കാര്യം അമ്മയുടെ മരണം ഈ ഒരു കവി വളരെയധികം വേദനയോടെ ആയിരുന്നില്ല ഓർത്തിരുന്നത്. അമ്മയെ ഓർത്തിരുന്നത് വേദനയോടെ ആയിരുന്നത്. എന്നാൽ മറിച്ച് വളരെയധികം ശ്രദ്ധയോടുകൂടിയും സ്നേഹത്തോടു കൂടിയുമാണ് അമ്മയെക്കുറിച്ചിട്ട് ഈ ഒരു കവി ഓർക്കുന്നത്. അമ്മ എന്ന് പറയുന്നത് വളരെയധികം സമാധാനത്തോടു കൂടിയും അതുപോലെ തന്നെ സത്യസന്ധതയോടുകൂടി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം സുന്ദരമായിട്ടുള്ള വളരെയധികം സത്യസന്ധമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെ മരണം എന്ന് പറയുന്നത് ഒരു വേദന അതിലൊരു വേദനയൊന്നുമില്ല, മറിച്ച് വളരെയധികം ശാന്തമായിട്ടുള്ള ഒരു വിശ്രമമാണ് എന്നാണ് കവി ഈ ഒരു പോയത്തിൽ പറയുന്നത്. എന്നിട്ട് പറയുകയാണ് അമ്മ അമ്മയുടെ ആശയങ്ങളും അതുപോലെ തന്നെ ആശകളും ദുഃഖങ്ങളൊക്കെ ആ ഒരു കാര്യങ്ങളോട് കൂടി അമ്മ വിശ്രമത്തിലാണ്. അതുപോലെ തന്നെ അമ്മയുടെ മുഖം എന്ന് പറയുന്നത് പഴയ ഓർമ്മകളെക്കാൾ ഇപ്പം പ്രകാശമുള്ളതാണ് എന്നാണ് പോയറ്റ് പറയുന്നത്. മാത്രമല്ല അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം സത്യസന്ധതയോടു കൂടിയും അതുപോലെ തന്നെ ഹാർഡ് വർക്കുകളിലൂടെയുമാണ് കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവളൊരു നല്ല രീതിയിലുള്ള ജീവിതമായിരുന്നു നയിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല മദറിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത പോലും അമ്മയ്ക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. അത് കാരണം അമ്മയ്ക്ക് എല്ലാത്തിനെ കുറിച്ചിട്ടും വ്യക്തമായിട്ടുള്ള ധാരണകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പോയറ്റ് ഈ ഒരു പോയറ്റിലൂടെ പറയുന്നത്. സോ ഈ ഒരു പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മരണം, ഡെത്ത്, അതുപോലെ തന്നെ ശാന്തമായിട്ടുള്ള ഒരു മരണം, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ സത്യസന്ധത. ആ അമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെയധികം സത്യസന്ധമായിട്ടുള്ള ജീവിതമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ജീവിതത്തെക്കുറിച്ചിട്ടുമുള്ള ആശങ്കകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പോയറ്റ് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോയത്തിൽ പ്രകൃതിയുടെ പ്രതികരണങ്ങളൊക്കെ ഈ ഒരു പോയത്തിലൂടെ പോയറ്റ് എഴുതുന്നുണ്ട്. അതായത് സണ്ണിനെ കുറിച്ചും വിൻഡിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇത് അമ്മയുടെ ജീവിത രീതിയും അതുപോലെ തന്നെ അമ്മയുടെ സ്ട്രെങ്ത്തിനെയൊക്കെയാണ് ഇത് കാണിക്കുന്നത്.
മാത്രമല്ല ഈ ഒരു ഡെത്ത്, മരണം എന്ന് പറയുന്നത് എന്താണ് ദൈനംദിനമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നാണ് വളരെയധികം നിസ്സാരവൽക്കരിച്ചിട്ടാണ് പോയറ്റ് കാണിക്കുന്നത്. അതിനാൽ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഭയമോ ആക്രോശമോ ഒന്നും നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. സോ ഈ ഒരു പോയം എന്ന് പറയുന്നത്, എ ഗുഡ് നൈറ്റ് എന്നുള്ള ഈ ഒരു പോയം എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ചുള്ള കവിത ആണെങ്കിൽ പോലും അതിൽ നമുക്കൊരു വേദനയോ അങ്ങനത്തെ സങ്കടമോ ഒന്നും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. എന്നിട്ട് പോയിട്ട് നമ്മളോട് ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മരണം എന്ന് പറയുന്നത് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ജീവിതം നയിച്ചാൽ മരണവും വളരെയധികം നമ്മൾ നല്ല ജീവിതം നയിക്കുന്ന സമയത്ത് മരണം എന്ന് പറയുന്നത് ഒരു നല്ല രാത്രി പോലെയാണ് എന്നാണ്, ഒരു നല്ലൊരു വിശ്രമം നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒന്നാണ് എന്നാണ് പോയറ്റ് പറഞ്ഞത്. അതും കൂടെ പറഞ്ഞാണ് ഈ ഒരു പോയറ്റ് ഈ ഒരു പോയം സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പോയത്തിലൂടെ പറയാനുള്ളത്. ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. ഓക്കെ, താങ്ക് യു.